ലോറി ഉടമ മനാഫ് ഭീഷണിപ്പെടുത്തിയതായി തടിമിൽ ഉടമ പരാതിപ്പെടുന്നു. ഈ വീട്ടിൽ എന്താ നടക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല, അത് അറിയിക്കാനാണ് ഞങ്ങൾ ഓടി വന്നത്. കൊന്നു കളയുന്നുള്ള ഭീഷണി എടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്റെ ഭാര്യ ഉണ്ടേനും മില്ലില് ഭാര്യനോട് കഴിച്ചുകൂട്ടി പറഞ്ഞ് ഭർത്താവിനെയും മകനെയും നിങ്ങൾ അധികം കാണില്ലിട്ടോ. ഓ അങ്ങനെ എന്നെ മാത്രം കള്ളനാക്കിയിട്ട് നീ രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. കള്ളക്കേസ് കൊടുക്കാൻ ശ്രമിച്ചത് അവന്റെ വാപ്പന്റെ മുതലായിട്ടാണ് കള്ളക്കേസ് കൊടുത്തത്. മില്ലിന്റെ യഥാർത്ഥ ഉടമ താനാണെന്നും തട്ടിപ്പിന് ശ്രമിക്കുന്നത് ശശിധരനാണെന്നും മനാഫ് പ്രതികരിച്ചു. സത്യം സത്യം. അതിലെന്താന്ന് കഴിഞ്ഞാൽ അതിന്റെ മരമില്ലാണ്. അത് കേസ് കൊടുത്ത് ഞാൻ കേസ് വിജയിച്ച് നിൽക്കുകയാണ്. കോഴിക്കോട് ജില്ലാ കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വന്നിരിക്കുന്നു. ആ ഉത്തരവ് പ്രകാരം ശശിധരനാണ് ഇതിന്റെ ഉടമ എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. തട്ടിപ്പാണല്ലേ? അതിന്റെ ആധാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി അത്തരമൊരു വിധിയിലേക്ക് നീങ്ങുന്നത്. ആരെ വിശ്വസിക്കൂടാ? ഞാൻ ആരെ എനിക്കിപ്പോ വിശ്വാസമൊന്നുമില്ല. ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2022 ഇതിന്റെ താൽക്കാലിക നടത്തിപ്പിന് വേണ്ടിക്കൊണ്ട് മനാഫിനെ ഏൽപ്പിക്കുന്നത്. എന്നിട്ട് ആരോഗ്യ പ്രശ്നങ്ങളെ കാരണം മനാഫിനെ ഏൽപ്പിക്കുകയായിരുന്നു ശശിധരൻ. ആ പശ്ചാത്തലത്തിൽ പിന്നീട് അത് 11 മാസത്തേക്കാണ് അതിന്റെ കരാർ നൽകിയിരുന്നത്. ആ കരാർ കാലാവധി തീരുന്നതിന്റെ തൊട്ട് മുമ്പായിക്കൊണ്ടാണ് പിന്നീട് ശശിധരനെതിരെ മനാഫ് കേസ് കൊടുത്തത്. അതിൽ എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. നിനക്കറിയില്ലേ? കേറി വാടാ ഇങ്ങോട്ട്. പോലീസ് നീ പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ വക്കീലുമായിട്ട് വരാം.